പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബൈബിളിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പള്ളിപ്രമാണികളിൽ ഒരുവനായ യായിറോസിൻ്റെ മക്കളുടെ വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ കൊച്ചുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവിൻ്റെ അടുക്കൽ ഹല്ലേലൂയ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുമെന്ന് താൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതായി കാണാം. ഹല്ലേലൂയ. അപ്പോഴാണ് ആ പുരുഷാരത്തിൻ്റെ തിക്കി തിരക്കുന്നതിനിടയിൽ രക്തസ്രാവ സ്ത്രീ വന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ തുണിയുടെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചതായി നമുക്ക് ആ പാഠഭാഗങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഭൂതങ്ങളുടെ മേൽ, രോഗത്തിന്മേൽ, മരണത്തിന്മേൽ അധികാരമുള്ള യേശു കർത്താവിനെ പല പുരുഷാരങ്ങൾ കണ്ട് അനുഭവിച്ച് കേട്ട് ഹല്ലേലൂയ ദൈവപ്രവൃത്തി കണ്ട് ഹല്ലേലൂയ ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവികമായ ചലനം അനുഭവിച്ചു തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവികമായ പ്രവൃത്തികളെ ഹല്ലേലൂയ കണ്ടുകൊണ്ട് മുന്നേറിയ ദിനങ്ങളുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പള്ളിപ്രമാണികളിൽ ഹല്ലേലൂയ ഒരുവനായിരുന്നു. ഹല്ലേലൂയ അതുപോലെ സിനഗോഗിൽ ഒരു ഭരണാധികാരിയായിരുന്നു യായിറോസ്. ഹല്ലേലൂയ യെരുശലേമിൽ നിന്നുള്ള മഹാസമ്പന്നനും പൊതുജനങ്ങളിൽ അംഗത്വമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു യായിറോസ്. ഹല്ലേലൂയ. ആ സിനഗോഗിൽ പ്രധാന അധ്യക്ഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ സഹായത്തിനായി യേശുവിൻ്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാൽക്കൽ ഹല്ലേലൂയ വീണ് ഹല്ലേലൂയ കരയുന്ന വ്യക്തി ജീവിതമേ, ഇന്നു പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എത്ര ഹല്ലേലൂയ സാമ്പത്തിക ഭദ്രതയുള്ളവരാകട്ടെ, ഹല്ലേലൂയ കുടുംബം മഹിമയുണ്ടാകട്ടെ, ഹല്ലേലൂയ പേര് കേട്ട വ്യക്തിയാകട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ കാൽക്കൽ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ കർത്താവ് മറികടന്നു പോകുന്ന ദൈവമല്ല. ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തന്നെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ നീ ദൈവസന്നിധിയിലാണോ? ആ കാൽക്കൽ വീണ് നീ കരഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ദൈവമല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ദൈവവചനപ്രകാരം കർത്താവിൻ്റെ കാൽക്കൽ നീ ഒന്ന് വീണേ. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ നീ ആരാണ്? ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ പ്രസ്തുതി, ഹല്ലേലൂയ നിന്റെ മഹിമയൊന്ന് നീ തിരിഞ്ഞു നോക്കണ്ട. നാം ഹല്ലേലൂയ കരയുന്നത് ക്രിസ്തുവിലാണെങ്കിൽ, നാം ആശ്രയിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ, നമ്മുടെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ, ഹല്ലേലൂയ ക്രിസ്തുവിൽ കൂടെ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ ക്രിസ്തുവിൽ കൂടെ തന്നെ ദൈവത്തിൻ്റെ ശക്തി നീ ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ പോകുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പലപ്പോഴും ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചു ലഭിക്കുന്നില്ല, ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ കുഞ്ഞു മക്കളുടെ വിഷയത്തിൽ ഹല്ലേലൂയ ആ പള്ളിപ്രമാണി വിഷമിച്ചതുപോലെ ചില വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന കുടുംബമേ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനത്തിൽ കൂടെ ദൈവികമായ ഹല്ലേലൂയ അരുളപ്പാട് ഇന്ന് പകൽക്കാലം നിന്നോട് തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാണ്. നീ കാൽക്കൽ വീണ് ദൈവസന്നിധിയിൽ നിലവിളിക്കുമെങ്കിൽ ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വ്യക്തമായ ദൂത് പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ കരയുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്നതൊന്നും വെറുതെ ആകത്തില്ല കേട്ടോ. നീ ഹല്ലേലൂയ വേറെ ഒന്നും നോക്കണ്ട. ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇറങ്ങിവോ, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം ഹല്ലേലൂയ വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഹല്ലേലൂയ ഉദിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം സർവശക്തനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്, സർവജ്ഞാനി എന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. പല പരാജയത്തിൻ്റെ മുൻപിലോ നീ എന്തിനു പുറകോട്ട് നിന്ന് മൗനമായിരുന്ന് കരയുന്നു? മനുഷ്യരെ മുമ്പ് കരയേണ്ട കേട്ടോ. കർത്താവിൻ്റെ സന്നിധി കുനിഞ്ഞു കരുന്ന ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ മുന്നിൽ മനുഷ്യന്റെ മുമ്പേ കുനിയുക ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ വചനത്തിൽ കൂടെ വ്യക്തമായ വെളിപ്പാട് അറിയിക്കുന്നു. ആ ഹല്ലേലൂയ അവസ്ഥയുടെ ഗൗരവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളി പ്രമാണിയുടെ കൊച്ചുമകൾ ഹല്ലേലൂയ മരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, അത്യാഹിതമായിട്ടുള്ള ഹല്ലേലൂയ ആ മനോഭാവത്തിൽ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ തൻ്റെ സാമൂഹികമായ പദവികളെല്ലാം ഉപേക്ഷിച്ച് പൊതുജന മധ്യേ ഹല്ലേലൂയ ഹല്ലേലൂയ കുനിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആശ്രയം തേടുകയാണ്. ആർക്കൊക്കെ സാധിക്കും ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ മഹിമകൾ മാറ്റിവെച്ച്, നിന്റെ പ്രസിദ്ധികൾ മാറ്റിവെച്ച്, നിന്റെ ഹല്ലേലൂയ മനോഭാവങ്ങളെ മാറ്റിവെച്ച് ആർക്കൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെടുവാൻ സാധിക്കും, ആർക്കൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയം തേടുവാൻ സാധിക്കും. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുമ്പോൾ, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ, ചില പ്രമുഖന്മാരിൽ ആശ്രയിക്കുമ്പോൾ, ആർക്കൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പള്ളി പ്രമാണിയായ വ്യക്തി തൻ്റെ പ്രൗഢത്യം കാണിച്ച് താൻ മാറി നിന്നെങ്കിൽ ഹല്ലേലൂയ തൻ്റെ അന്തസ്സ്, തൻ്റെ മാന്യത ഹല്ലേലൂയ അതൊന്നുമല്ല അവൻ നോക്കിയത്. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ കുനിഞ്ഞു വീണ്, കാൽക്കൽ വീണ് ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ തലമുറയിൽ വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ മരിച്ച അവസ്ഥയിൽ കിടന്ന വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു എങ്കിൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ എത്രയധികം ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായിക്കോ? ദൈവസന്നിധിയിൽ കാൽക്കൽ വീട് കരയുവാൻ തയ്യാറായിക്കോ? നിന്റെ കരം ഹല്ലേലൂയ എൻ്റെ തലമുറമേൽ വച്ചാൽ മതി കർത്താവേ, നിന്റെ കരം എൻ്റെ കുടുംബത്തിൽ മേൽ വച്ചാൽ മതി കർത്താവേ, നിന്റെ കരം എൻ്റെ ഭർത്താവിന്മേൽ വെക്കണം കർത്താവേ, നിന്റെ കരം എൻ്റെ തലമുറയുടെ ഹല്ലേലൂയ ഭാവിയിൽ മേൽ വെക്കണമേ, ഭാര്യയുടെ മേൽ വെക്കുമാറാകണം, എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യൻ്റെ കരം ഹല്ലേലൂയ നമുക്കൊരു പരിധിയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ കരമുണ്ടല്ലോ, നമുക്ക് നമ്മെ പിടിച്ചിരിക്കുകയാണ്. നമ്മെ കൈവിടാത്തവേ, നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വലിയ ശക്തി നിന്റെ കൂടെയുണ്ട്. ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ആ വിശ്വാസത്തിന്റെ പ്രകടനം നീ ഒന്ന് കണ്ടേ. അവസ്ഥയുടെ ഗൗരവം ഒന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ അങ്ങയുടെ വിശ്വാസത്തോടെ കർത്താവ് കൈവച്ചാൽ അവിടെ ഒരു വിടുതലുണ്ടെന്ന് പള്ളി പ്രമാണിയായ വ്യക്തിക്ക് ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ വിശ്വാസം ഹല്ലേലൂയ ആഴത്തിലുള്ള വിശ്വാസം വെളിപ്പെട്ടപ്പോൾ അവിടെ ഹല്ലേലൂയ എഴുന്നേൽക്കാത്ത നിലച്ചു പോയ ആ ശരീരത്തിൽ ജീവൻ വ്യാപരിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എനിക്കും നിനക്കും വേണ്ടി പാപപങ്കുലമായ ഹല്ലേലൂയ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന മാനവ കുലത്തിനു വേണ്ടി എൻ്റെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നില്ലേ? ഹല്ലേലൂയ എത്ര നിന്ദകളേറ്റു, എത്ര അടിയേറ്റു, മുൾക്കിരീടം വയ്പ്പിച്ചു, ഹല്ലേലൂയ തുപ്പലേറ്റു എനിക്കും നിനക്കും വേണ്ടിയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഒരിക്കലും മനസ്സു ചഞ്ചലിച്ചു പോകരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കാൽക്കലൊന്ന് വീഴുമെങ്കിൽ നിന്റെ വിശ്വാസത്തെ കണ്ടിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയും ആ അനങ്ങാത്ത വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രൗഢത്യം, നിന്റെ ഹല്ലേലൂയ പ്രസിദ്ധിയും, നിന്റെ മാന്യതയും എല്ലാം മാറ്റി വെച്ചിട്ട് രാജാവായ രാജാതി രാജാവായ കർത്താതി കർത്താവായ ദൈവത്തിന്റെ കാൽക്കൽ നീ ഇന്ന് വീഴുമെങ്കിൽ ഈ വിഷയത്തിന് ദൈവപ്രവൃത്തിയുണ്ട്. നിശ്ചയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ.